ഇവരല്ലാട്ടോ സത്യം പറഞ്ഞാ ഒരു മിനിറ്റ് ട്ടാ. വേറൊന്നും കൊണ്ടല്ല. ഈ കൂട്ടുപ്രതിയുടെ കൂട്ടത്തില് നമ്മളും പെടും. ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്തവരും, കമന്റ് ഇട്ടവരും, അവർക്കെതിരെ സപ്പോർട്ട് ചെയ്ത അതായത് ഈ ഒരു വ്യക്തിക്കെതിരെ സപ്പോർട്ട് ചെയ്തവരും പെടും. കാരണം എന്റെ അടുത്ത് എന്റെ വൈഫ് ഒരു ചോദ്യം ചോദിച്ചു. "ഇതില് നിങ്ങളും പ്രതികളല്ലേ? കൂട്ടുപ്രതികളായിട്ട് നിങ്ങളെയും കൂട്ടാൻ പറ്റില്ല" എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചത് അതെങ്ങനെ? ഞാൻ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തല്ലേ വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ എന്റെ അടുത്ത് പറയാ, "ആ ഒരു വീഡിയോ നിങ്ങൾ എടുത്തിട്ട് റിയാക്ട് ചെയ്തപ്പോൾ കാണാത്തവർ പോലും ആ വീഡിയോ കണ്ടില്ലേ? അതിലും ഉണ്ടാവില്ലേ 2 അഭിപ്രായക്കാരെന്നുള്ളൊരു" അപ്പൊ ഞാൻ ചിന്തിച്ച് സത്യല്ലേ? കൂട്ടുപ്രതിയായിട്ട് നമ്മളെയും കൂട്ടാൻ പറ്റുമോ? കാരണം നമ്മൾ അദ്ദേഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്താണ് ചെയ്തെങ്കിലും ഏറ്റവും കൂടുതൽ ആളിലേക്ക് ഒരുപാട് പേര് റിയാക്ട് ചെയ്തതിലൂടെയാണ് ആ വീഡിയോ പബ്ലിക്കലി പോയതും ആ വീഡിയോ കമന്റ് ഇടുന്നതും ഈ ഒരു ലേഡിയുടെ വീഡിയോ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് തെരഞ്ഞു പിടിച്ച് ആ വീഡിയോക്ക് പോയി കമന്റ് ഇടാൻ പോയപ്പോഴും ആ വീഡിയോ റീച്ച് ആയിക്കൊണ്ടിരിക്കുക. ഇതിൽ നമ്മളും പ്രതികളാണ്. സത്യം പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എന്റെ ഒരു ചിന്താഗതിയാണ് ഡബിൾ മെന്റാലിറ്റിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ ഞാനത് റിയാക്ട് ചെയ്തു. ആ ബസ്സിൽ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് റിയാക്ട് ചെയ്തിരുന്നു. അതുപോലെ ഒരുപാട് പേര് ചെയ്തു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും അല്ലാതെ കമന്റ് ഇടുന്നവരാണെങ്കിലും ഒരുപാട് പേര്. അപ്പൊ ഞാനും നീയൊക്കെ ഇതിൽ പ്രതികളാകും. ആ ഒരു അവസ്ഥയിൽ കാരണം നമ്മൾ ചെയ്തതിൽ ഒരു തെറ്റുണ്ട് എന്നൊരു കാരണം നമ്മൾ ആ ഒരു വീഡിയോ എടുക്കരുതായിരുന്നു എന്നൊരു ചിന്താഗതി. കാരണം അദ്ദേഹം ഉള്ള ഒരു വീഡിയോ എടുത്ത് ഞാൻ ഫസ്റ്റ് ആ വീഡിയോ ഇട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ് ബ്ലർ ആക്കിയാണ് ഞാൻ ചെയ്തത്. കാരണം അദ്ദേഹത്തിന്റെ ഫേസ് വേണ്ടാന്നുള്ള ചിന്താഗതി ഞാൻ ബ്ലർ ആക്കിയാണ് അദ്ദേഹത്തിന്റെ ഫേസ് ഇട്ടത്. പക്ഷേ ആ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ ആയത് ഇതുപോലെ വീഡിയോസ് കൂടുതലായിട്ട് റിയാക്ഷൻ ആയിട്ട് ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്താണെങ്കിൽ കൂടി ഒരുപാട് വീഡിയോസ് വന്നപ്പോഴാണ് അത് പബ്ലിക്കലി എത്തുന്നു. അദ്ദേഹത്തിന് അങ്ങനെയാണ് ഒരു ഡിപ്രഷൻ വന്ന ഈ ഒരു ലേഡിയുടെ കൂട്ടത്തിൽ നമ്മളും പെടില്ലേ കൂട്ടുപ്രതികളായിട്ട്. അവരെ വെളുപ്പിക്കുന്നതല്ല കേട്ടോ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറെ ഒരു തെറ്റായിട്ടുള്ള രീതിക്കല്ല അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്താണെങ്കിൽ കൂടി അതിനൊരു കാരണക്കാരൻ നമ്മളും അല്ലേ എന്നൊരു ചിന്താഗതി എനിക്ക് വരുന്നുണ്ട്. എന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ ചിന്തിച്ചതിൽ തെറ്റെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. പിന്നെ ഒരു കാര്യം അത്യാവശ്യമായിട്ട് പറയാനുള്ളത് ആ ഒരു വ്യക്തി ചെയ്ത തെറ്റ് തന്നെയാണ്. അത് അവരെ ന്യായീകരിക്കുന്നില്ല. അവർക്ക് ലീഗലി അല്ലാതെയും കേസും കാര്യങ്ങളായിട്ട് ഒരുപാട് പേര് പരാതികൾക്ക് വേണ്ടി ഇനിയും അവരെ എടുത്തിട്ട് ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അടച്ചാലും പിടിച്ചാലും അവർക്ക് എന്താ പറയാ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും പുറത്താണെങ്കിലും അകത്താണെങ്കിലും അവർക്ക് നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. ഒരു മരണത്തിന് കാരണം മറ്റൊരു മരണം ആവണമെന്നില്ല. അതിന് പരിഹാരമാക്കാൻ വേണ്ടി ഒരുപക്ഷേ മനുഷ്യനാണ് അവരുടെ മനസ്സിലും ചിന്താഗതികൾ മാറാം. നമുക്ക് പിടിച്ചു കിട്ടാൻ പറ്റുന്ന സമയമല്ല. അപ്പൊ അതെന്താണെങ്കിലും ഇനി അവർ ചെയ്യാതിരിക്കുക. അതൊന്നുമല്ല. നമ്മൾ അതിനൊരു അവസരം കൂടി കൊടുത്താൽ അതിലും പ്രതികളാണ്. അതിലും കൂട്ടുപ്രതിയായിട്ട് നമ്മൾ ഒരു ജീവിതം പോയി എന്ന് വെച്ച് നമുക്ക് മറ്റൊരു ജീവിതം അവർക്ക് നിയമപരമായിട്ട് കിട്ടേണ്ടത് കിട്ടണം. അത്രയാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഓവറായിട്ട് ഒരുപാട് ആൾ ചെയ്യുമ്പോൾ ഇതിപ്പോ രാഷ്ട്രീയപരമായിട്ടൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ രാഷ്ട്രീയപരമായിട്ട് പോകുന്നു. വേറെ ഏതൊക്കെയോ രീതിക്ക് എവിടേക്കോ പോകും. നമ്മൾ ഉദ്ദേശിച്ച കാര്യമല്ല പോകുന്നത്. ഇത് വളഞ്ഞു കഴിഞ്ഞ് വേറെയൊക്കെ ആരൊക്കെ ഏറ്റെടുത്ത് ഇപ്പൊ രാഷ്ട്രീയപരമായിട്ടൊക്കെ ഏറ്റെടുത്ത് പോയേക്കാണ്. സമ്മതി കയ്യിൽ നിന്ന് പോയേക്കാം. ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത ബസ്സിൽ നമ്മൾ അങ്ങനെ ഒരു അവസ്ഥ വരരുത് ഇനി എന്നുള്ള ചിന്താഗതി കൂട്ടിപ്പോകും. വേറെ ഏതൊക്കെയോ രീതിക്ക് പോയിരുന്നു. ഞാനും പ്രതിയാവും, നീയും പ്രതിയാവും, നമ്മളെല്ലാവരും പ്രതിയാവും. അവരിട്ടത് വീഡിയോ റീച്ചിന് വേണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത് 4 പേര് സമൂഹത്തിന് മുമ്പിൽ കാണാൻ വേണ്ടിയാണെങ്കിലും നമ്മളും വീഡിയോസ് എടുക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മളും ആരിലൊക്കെ കണ്ട് അവരെയും സപ്പോർട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇടുന്നത്. രണ്ട് ഭാഗത്തും നോക്കുമ്പോൾ എന്തൊരു എന്താ